കേരള കോൺഗ്രസുമായി പ്രശ്നാധിഷ്ഠിത സഹകരണമാകാമെന്ന CPM സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണന്റെ പ്രസ്താവനയ്ക്ക് പിന്നാലെയാണ് UDFിലെ ഘടകകക്ഷികളെ LDFിലേക്ക് പരോക്ഷമായി സ്വാഗതം ചെയ്ത് പാർട്ടി പത്രമായ ദേശാഭിമാനി മുഖപ്രസംഗം എഴുതിയത്. കേരള കോൺഗ്രസിന് പുറമെ മുസ്ലിം ലീഗ്, JDU, RSP കക്ഷികളെയും ലക്ഷ്യമിട്ടാണ് മുഖപ്രസംഗം. ഇവരുമായി സഹകരിക്കാവുന്ന ഒട്ടേറെ മേഖലകളുണ്ടെന്നും വർഗീയത ആരോപിച്ച് ആരെയും മാറ്റി നിർത്തുന്നതിൽ ന്യായീകരണമില്ലെന്നും മുഖപ്രസംഗത്തിൽ പറയുന്നു. കേരള കോൺഗ്രസിലെ വിവിധ വിഭാഗങ്ങളുമായി സഹകരിച്ച ചരിത്രം LDFിനുണ്ട്. നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുൻപ് ഫ്രാൻസിസ് ജോർജിന്റെ നേതൃത്വത്തിൽ കേരള കോൺഗ്രസിലെ ഒരു പ്രബല വിഭാഗം LDFിനൊപ്പം എത്തിയിരുന്നു. BJPയുമായി അടുക്കാനാണ് KM മാണിയുടെ നീക്കമെങ്കിൽ അത് സങ്കുചിത രാഷ്ട്രീയ നീക്കമായി വിലയിരുത്തപ്പെടും. RSP, JDU കക്ഷികളും പുനർചിന്തനത്തിന് തയ്യാറാകേണ്ടി വരുമെന്നും മുഖപ്രസംഗം ചൂണ്ടിക്കാട്ടുന്നു. UDFിലെ ഭിന്നത മുതലെടുത്ത് ഇടതുമുന്നണിയുടെ അടിത്തറ വിപുലപ്പെടുത്തേണ്ടത് ശരിയായ രാഷ്ട്രീയ കടമയാണെന്ന ന്യായീകരണവും മുഖപ്രസംഗം മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. UDFിലെ ഭിന്നതയും കലാപവും രാഷ്ട്രീയമായി ഉപയോഗപ്പെടുത്തുന്നതിനാവശ്യമായ അടവും സമീപനവും CPMും LDFും സ്വീകരിക്കുമെന്ന് ദേശാഭിമാനിയിൽ എഴുതിയ ലേഖനത്തിൽ കോടിയേരി ബാലകൃഷ്ണനും വ്യക്തമാക്കി. മീഡിയ 1, തിരുവനന്തപുരം.